നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലിപ്പോൾ ദിവസവും എന്നവണ്ണം പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനൊക്കെ തുടക്കമിട്ട ഒരു മോഡൽ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഒരു മോഡലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ എന്ന് വിളിക്കാവുന്ന റേവ. ഈ റേവ എനിക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കയ്യിൽ കിട്ടിയത്. ഞാൻ ഒരിക്കൽ പനമ്പള്ളി നഗറിൽ നിൽക്കുമ്പോൾ അവിടെ ഈ വാഹനം കിടക്കുന്നത് കണ്ട് ഇതിൻ്റെ ഓണറായ പ്രശോഭിനെ പോയി പരിചയപ്പെടുകയും പ്രശോഭ് വാഹനം കൊണ്ടുവരാമെന്ന് സമ്മതിക്കുകയും ചെയ്യാനുണ്ടായത്. പ്രശോഭ് നമ്മോടൊപ്പം ഉണ്ട്. വാഹനത്തെ പറ്റിയും ഇതെങ്ങനെ കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശോഭിനോട് ചോദിക്കാം. അതിനു മുമ്പ് റേവയുടെ കഥയും അതുപോലെ തന്നെ ഈ വാഹനം നിർമ്മിക്കാനിടയ സാഹചര്യമൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സത്യത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാറാണ് ഇത് എന്ന് പറയാനാവില്ല. കാരണം അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ചാലക്കുടിയിൽ ലവ് ബേർഡ് എന്ന പേരിൽ ഒരു ഇലക്ട്രിക് കാർ നിർമ്മിക്കപ്പെട്ടിരുന്നു. അത് കുറേ യൂണിറ്റുകൾ വിൽക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് തുടർന്ന് അതിൻ്റെ ആറാണ്ടിക്ക് വേണ്ടിയുള്ള പണമൊന്നും കണ്ടെത്താൻ സാധിക്കാതെ ആ ഒരു പ്രോജക്റ്റ് നിന്നു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ റേവയുടെ കാര്യത്തിൽ റേവ ഭാഗ്യവതിയായ കാറാണ് എന്നാണ് പറയേണ്ടത്. കാരണം അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം റേവ ഇലക്ട്രിക് കാർ കമ്പനിയും അമേരിക്കയിലെ ഒരു കമ്പനിയും ചേർന്നാണ് ഈ കാർ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫണ്ടിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. 2001 ആദ്യമായിട്ട് റേവ ഇലക്ട്രിക് കാർ വിപണിയിലെത്തിയത്. അതിനുശേഷം 2010 മഹീന്ദ്ര എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനി ഈ കാർ കമ്പനിയിൽ 50% ഷെയർ വാങ്ങുകയും അങ്ങനെ മഹീന്ദ്രയിൽ പിന്നീട് ഇത് ലയിക്കുകയുമാണ് ഉണ്ടായത്. മഹീന്ദ്ര വാങ്ങിച്ചതിന് ശേഷം ഈ റേവയുടെ രൂപത്തിൽ മാറ്റം വരുത്തി E2O എന്ന പേരിൽ ഒരു മോഡൽ കൂടി വന്നു. അതിനുശേഷം ഈ കമ്പനി ഇല്ലാതായിപ്പോയി. കാരണം മഹീന്ദ്ര എന്ന പേരിൽ തന്നെ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും കാഴ്ചയിൽ വളരെ കൗതുകമുള്ള ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ ആവശ്യക്കാർ ധാരാളമുണ്ട്. ആ കാലത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യക്കാരുടെ ഒരു സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ വലിയ വിജയമൊന്നുമായി ഈ വാഹനം എന്ന് പറയാനാവില്ല. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ കൗതുകമുള്ള രൂപം കാരണം ധാരാളം പേര് സെക്കൻഡ് ഹാൻഡ് റേവ അന്വേഷിച്ച് നടക്കുകയാണ്. വളരെ ചെറിയൊരു വാഹനമാണ്. നിങ്ങൾ കാണുന്ന പോലെ 2.6 മീറ്റർ നീളവും 1.3 മീറ്റർ വീതിയും 1.5 മീറ്റർ ഉയരവുമുള്ള ഒരു കുഞ്ഞു കാർ. 2 പേർക്കാണ് സുഖമായിട്ട് സഞ്ചരിക്കാവുന്നത്. ഈ വാഹനത്തെപ്പറ്റി പറയുമ്പോൾ ഇവൻ ഒരു വിശ്വ ജേതാവാണ് എന്നാണ് പറയേണ്ടത്. 40-ലധികം രാജ്യങ്ങളിലേക്ക് ഈ വാഹനം കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഞാൻ 2005 ആദ്യമായിട്ട് യൂറോപ്പിൽ പോയപ്പോൾ വത്തിക്കാനിൽ ഇത് കിടക്കുന്നത് കണ്ടിട്ട് അന്ന് ഞാൻ ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് എൻ്റെ മാഗസിനിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുപോലെ UK നന്നായിട്ട് വിറ്റുപോയി. 4000-ലധികം യൂണിറ്റുകൾ എക്സ്പോർട്ട് ചെയ്തൊരു ചരിത്രമൊക്കെ ഉണ്ട് ഈ പാവപ്പെട്ട കുഞ്ഞ് കാറിന് എന്നാണ് പറയേണ്ടത്. നല്ല കുഞ്ഞ് കണ്ണൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. നല്ല രസമല്ലേ കാണാൻ, നല്ല ക്യൂട്ടാണ് കാണാൻ. എങ്ങനെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് മെയിനി എന്ന കമ്പനി എത്തിയതെന്ന് ചോദിച്ചാൽ 94 രൂപീകരിക്കപ്പെട്ടൊരു കമ്പനിയാണ് മെയിനി എന്ന കമ്പനി. ആ മെയിനിയാണ് ഈ റേവ എന്ന കാറിൻ്റെ നിർമ്മാതാവെന്ന് പറയാം. ചേതൻ മെയിനി എന്നയാളായിരുന്നു അതിൻ്റെ സ്ഥാപകൻ. ചേതൻ മെയിനി ആദ്യകാലത്ത് ഈ വാഹനങ്ങളുടെ പാർട്സൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഈ മെയിനി എന്ന കമ്പനി തുടങ്ങിയത്. അതിനുശേഷമാണ് അദ്ദേഹം ഇലക്ട്രിക് കാർ രംഗത്തേക്ക് കടന്നാലോ എന്ന് ആഗ്രഹിച്ചത്. 2001 ആദ്യമായി അദ്ദേഹം അമേരിക്കയിൽ ഒരു കമ്പനിയുമായിട്ട് ചേർന്ന് ഇങ്ങനൊരു കുഞ്ഞു കാർ നിർമ്മിച്ചത്. 80 കിലോമീറ്ററാണ് ഈ വാഹനത്തിന് ആദ്യകാലത്ത് തൊട്ടുള്ള റേഞ്ച്. അതിനുശേഷം ചില പുതിയ വേരിയൻസ് വന്നപ്പോൾ 120 കിലോമീറ്റർ വരെ റേഞ്ചുള്ള വാഹനങ്ങൾ നിർമ്മിക്കാൻ അതിന് സാധിച്ചു. എന്തായാലും 2004 ഞാൻ ആദ്യമായിട്ട് ഈ വാഹനം ഓടിക്കുന്നത്. 2004 ഈ വാഹനം ഒന്ന് ഓടിക്കാൻ ആഗ്രഹം തോന്നി. അന്ന് കേരളത്തിലൊന്നും ഇത് എത്തിയിട്ടില്ല. അപ്പം ഞാൻ ചേതൻ മേനിക്കൊരു മെയിൽ അയച്ചു, എനിക്ക് ഈ വാഹനം ഓടിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ പോലെ അന്ന് മീഡിയ ഡ്രൈവൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടി ഉടൻ വന്നു, ബാംഗ്ലൂരേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ വാഹനം ഓടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൊമ്മസാന്ദ്രയിലെ ഇവരുടെ പ്ലാന്റിൽ പോയി. ഈ പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് വലിയ ടാറ്റയുടെയൊക്കെ പ്ലാന്റാണ്. ഇത് അങ്ങനെയൊന്നുമില്ല, ഒരു വർക്ക്ഷോപ്പാണ്. 4-5 വാഹനങ്ങൾ ഉള്ള ഒരു അസംബ്ലി ലൈനൊക്കെ ഉള്ളൊരു ചെറിയ വർക്ക്ഷോപ്പ്. അവിടെ ചെന്നു, എനിക്ക് വാഹനം എടുത്ത് വന്നിട്ട് ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അന്ന് അവരുടെ മാർക്കറ്റിംഗ് മാനേജറുണ്ടായിരുന്നു, ഇത്രയും വലിപ്പമുള്ളൊരു വലിയ മനുഷ്യൻ. ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒന്ന് കയറാവോ, കാരണം ഞാൻ ഈ ഇലക്ട്രിക് കാറുകളൊന്നും ഓടിച്ചിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. ഇതിനകത്തെ സ്പേസ് എന്ന് പറഞ്ഞാൽ ചെറുതാണല്ലോ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇങ്ങനെ വലിയ ഒരു മനുഷ്യൻ ഈ ഇടതുവശത്ത് ഇരുന്നു. ഞാൻ ഇങ്ങനെ ചെരുങ്ങി കൂടി ഡ്രൈവർ സീറ്റ് ഇരുന്നു. അപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ സ്റ്റാർട്ടായി കഴിയുമ്പോൾ ശബ്ദമൊന്നുമില്ലല്ലോ, നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല, നമ്മളതൊന്നും കണ്ടിട്ടില്ല, നമ്മളാണ് പോളിടെക്നിക്ക് പഠിച്ചിട്ടുമില്ല. എന്തായാലും ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ ഓടിക്കാതെ? നമ്മൾ സ്റ്റാർട്ടായി കിടക്കുകയാണ്, ഓടിച്ചോളാൻ പറഞ്ഞു. F എന്ന് പറയുന്ന മോഡിലേക്ക് ഇട്ടു, വാഹനം ഓടിച്ചു പോയി. സത്യത്തിൽ ഒരു വല്ലാത്ത അനുഭവമാണ്. കാരണം വെച്ചാൽ ഒരു ശബ്ദവും ഒന്നുമില്ല. ഇതിങ്ങനെ ബാംഗ്ലൂർ സിറ്റികളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ഞെരുങ്ങിയിരുന്ന് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അന്നത്തെ ആ ഒരു അനുഭവം ഇപ്പോൾ എല്ലാ ഇലക്ട്രിക് കാറുകളും തരുന്നുണ്ടെങ്കിലും അതൊരു പുതിയ അനുഭവമായിരുന്നു അന്നെനിക്ക്. അങ്ങനെയാണ് ബൈജു എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായിട്ട് ഈ വാഹനം അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനം ഓടിച്ചത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓടിച്ച ഇലക്ട്രിക് വാഹനം എന്നുള്ള ഖ്യാതി കൂടി ഈ വാഹനത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇലക്ട്രിക് കാർ വിപണിയൊക്കെ വളർന്നു, പലതരത്തിലുള്ള മോഡലുകൾ വന്നു, ധാരാളം, അതായത് 1000 കിലോമീറ്റർ വരെ റേഞ്ചുള്ള വാഹനങ്ങൾ വരെ എത്തിക്കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ പോലും ഈ വാഹനം ഇപ്പോഴും പുതുമയോടുകൂടി നിലനിൽക്കുന്നത് ഇതിൻ്റെ ടെക്നോളജി അല്പം പഴയതായെങ്കിൽ പോലും
രസകരമായി ഓടിച്ചു നടക്കാവുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യകാലത്തൊക്കെ വന്ന വാഹനങ്ങളിൽ ലെഡ് ആസിഡ് ആയിരുന്നെങ്കിൽ പിന്നീട് ഏറ്റവും അവസാനം വന്ന റേവ ലയൺ എന്ന് പറയുന്ന ഒരു മോഡൽ വന്നതിൽ ലിഥിയം അയൺ ബാറ്ററി തന്നെ ഉപയോഗിക്കുകയുണ്ടായി. പക്ഷേ ഇതിൽ ലെഡ് ആസിഡ് തന്നെയാണ്. ഇപ്പോൾ എല്ലാം ലിഥിയം അയൺ ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ടെക്നോളജിയുടെ കാര്യത്തിൽ ഓരോ കാലത്തും വന്ന ടെക്നോളജികൾ അഡാപ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും മെയിനി ഒട്ടും മോശമായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസികൻ ഈ ഒരു വാഹനമാണ് നമ്മളൊന്ന് അടുത്ത് കാണാൻ പോകുന്നത്. അടുത്ത് കാണാനെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ വലിയ എന്താ പറയുക ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല. പക്ഷേ ഇപ്പോഴും സിറ്റിയിലൊക്കെ ഓടിച്ചു നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള വാഹനമാണ്. അടുത്ത കാലത്ത് ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം ഞാൻ കണ്ടത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഇന്ത്യയുടെ MD അദ്ദേഹം ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ഏത് വാഹനവും വാങ്ങിക്കാവുന്ന അവസ്ഥയുണ്ട്, ഏത് വാഹനവും ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും വിൽക്കാതെ ഒരു റേവ കൊണ്ടു നടക്കുന്നുണ്ട്. പലപ്പോഴും അദ്ദേഹം നമ്മൾ സിറ്റിയിലൊക്കെ കാണുമ്പോൾ റേവയാണ് അദ്ദേഹം ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇത് അത്രയും കൗതുകമുള്ളൊരു വാഹനമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 80 കിലോമീറ്റർ റേഞ്ചേ ഉള്ളൂ എന്ന് പറയുന്നത് സിറ്റിക്ക് അപ്പുറത്തേക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല എന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി മറ്റൊരു കാര്യമുള്ളത് അതും ഈ വാഹനം ഞാൻ ആദ്യകാലത്ത് ഓടിച്ചായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ ഓടിച്ചതിന് ശേഷം ഇന്ത്യ വിഷനിൽ ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കൊച്ചിയിൽ ഈ വാഹനം എടുത്തു. കൊച്ചിയിൽ എടുത്തിട്ട് ഞാനും നമ്മുടെ ക്യാമറമാനും കൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അന്നത്തെ കണ്ടെയ്നർ റോഡിലേക്ക് പോയി. കണ്ടെയ്നർ റോഡിൽ എത്തി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ AC ഒക്കെ ഓൺ ചെയ്തിട്ടൊക്കെ കാര്യമായ രീതിയിൽ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് എല്ലാം ഷൂട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് ബാറ്ററി തീരാറായി എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കാലത്ത് 1-2 വീടുകൾ അപ്പോൾ ഞാനത് ഡീലർഷിപ്പ് വിളിച്ച് ചോദിച്ചു ഇതെങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്. അവർ പറഞ്ഞു ചേട്ടാ എവിടെയെങ്കിലും ചാർജ് ചെയ്യാതെ രക്ഷയില്ല, തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോരോ വീടുകളിൽ കയറി ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അന്നത്തേക്കൊരു പ്രശ്നം വെച്ചാൽ ഇത് വല്ലാതെ കറണ്ട് വലിക്കുന്ന ഒരു സാധനമാണെന്നാണ് ജനങ്ങളുടെ വിചാരം. അതുകൊണ്ട് ഒരു വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അവസാനം ഒരു വീട്ടിൽ ചെന്നൊരു ചേച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ്. അവിടെ ചെന്ന് നമ്മൾ ചോദിച്ചു ചേച്ചി ഇത് വഴിയിലായി പോകും, ഒന്ന് കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ സമ്മതിച്ചു. അങ്ങനെയാണ് ചാർജ് ചെയ്തത്. അതിനുശേഷം ഞാൻ അന്ന് ആ വീഡിയോയിൽ പറയുകയും ചെയ്തു ഇതിനിങ്ങനൊരു അപകടമുണ്ട്, നമ്മൾ ഓരോ വീട്ടിൽ കയറി ചേച്ചി ഒന്ന് കുത്തിക്കോട്ടെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്നൊരു വാഹനമാണെന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പൊതുവെ അങ്ങനെ ചേച്ചി കുത്തിക്കോട്ടെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരാറില്ല. 750 കിലോഗ്രാം ഭാരം മാത്രമുള്ള ഒരു കുഞ്ഞ് കാറാണിത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഇതിൻ്റെ ടയേഴ്സൊക്കെ വലുതാണ്. കണ്ടോ, സാധാരണ ഇതിൽ ഇത്രയും ചെറിയ വാഹനങ്ങളാകുമ്പോൾ വളരെ ചെറിയ ടയറായിരിക്കും. പക്ഷേ 13 ഇഞ്ച് ടയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുൻഭാഗത്തൊന്നും ഗ്രില്ല് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ ചെറിയ 2 ട്രഡീഷണൽ രീതിയിലുള്ള ഹെഡ്ലൈറ്റുകൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. താഴെയാണെങ്കിൽ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എയർ ഡാം പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇതിൻ്റെ ഒരു എയറോഡൈനാമിക് ഡിസൈൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഇങ്ങനെ വളരെ പെട്ടെന്ന് എയർ ഫ്ലോ കിട്ടുന്ന രീതിയിൽ വിശാലമായ വിൻസ്ക്രീനും താഴ്ന്ന ബോണറ്റുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അന്ന് തന്നെ വളരെ കാര്യമായ രീതിയിൽ അത്തരം കാര്യങ്ങളൊക്കെ മെയിൻലി ചിന്തിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുൻഭാഗത്ത് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക മിസ്റ്റർ ബീനിൻ്റെ മുഖമൊക്കെ ആയിരിക്കും. ആ ഉണ്ട കണ്ണാക്കിയിട്ട് നിൽക്കുന്ന കക്ഷി നല്ല രസകരമായിട്ടുണ്ട് മുൻഭാഗത്തെ ഡിസൈൻ. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഈ കാണുന്നത് 13 ഇഞ്ച് ടയറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ റേവാണെന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. സൈഡ് ഇൻഡിക്കേറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗ്ലാസ് സ്ലൈഡ് ചെയ്യുന്ന ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അത്തരം കാര്യങ്ങളിലെല്ലാം കുറേയൊക്കെ ലാഭിക്കാനാണ് നോക്കിയിരിക്കുന്നത്. കാരണം കറണ്ട് അധികം ചിലവാക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഈ കാണുന്നത്. സൈഡിൽ ഭംഗിയുള്ള ഗ്രാഫിക്സ് കൊടുത്തിരിക്കുന്നു. വളരെ വിശാലമായ ഡോറാണ്. ഡോറിങ്ങനെ തുറന്നു കഴിയുമ്പോൾ പിൻഭാഗത്തേക്ക് നമുക്ക് കയറണമെങ്കിൽ സീറ്റ് മുന്നിലേക്കൊന്ന് നീക്കുകയാണ് വേണ്ടത്. പിൻഭാഗത്ത് 2 പേർക്ക് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. അല്ലാതെ മുതിർന്നവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് ഉൾഭാഗത്തേക്ക്. എന്തായാലും വളരെ വിശാലമായിട്ട് കയറിയിരിക്കാം. സ്പേസ് നമുക്ക് ഉൾഭാഗത്ത് കയറുമ്പോൾ നോക്കാം. എങ്കിലും സ്പേസ് ഒട്ടും മോശമല്ല. ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. വിശാലമായൊരു കോർണർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്ക് വലിയ തരക്കേടില്ലാത്ത ക്രാംഡ് അല്ലാത്തൊരു ഫീല് കിട്ടും. പിൻഭാഗത്തേക്ക് വരുമ്പോൾ 2 സെക്ഷനായിട്ട് കൊടുത്തിരിക്കുന്ന ടെയിൽ ലാമ്പാണ്. അത് രസമുണ്ട്. ഇങ്ങനെ ഒന്ന് കോറിയിട്ടതുപോലെയുള്ള 2 വരകൾ പോലെ ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തെ ഗ്ലാസ് ഏരിയ ഉള്ളിൽ ഒരു ലിവർ വലിച്ചാൽ തുറക്കാവുന്നതാണ്.
പക്ഷേ പിൻഭാഗത്ത് അങ്ങനെ സാധനങ്ങളൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല, വളരെ ചെറിയ ഒരു സ്പേസേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ചാർജറൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്, അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഈ സീറ്റ് മുന്നിലേക്ക് മറിച്ച് വേണമെങ്കിൽ പിൻഭാഗത്ത് ആളില്ലെങ്കിൽ അത്യാവശ്യം സാധനങ്ങൾ കയറ്റാൻ സാധിക്കും. വേറെ കാര്യം നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ ഏറ്റവും പുതിയ MG കോമറ്റ് പോലുള്ള വാഹനങ്ങൾ വരുമ്പോൾ ഈ വാഹനം അതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലാണ് അന്ന് നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴാണ് വീണ്ടും സിറ്റി EV കാറുകൾ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. ഇത് പണ്ട് തന്നെ മെയിനി അതൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഇവിടെ റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സാമാന്യം വലിയ ബമ്പറുണ്ട്, അതുപോലെ തന്നെ ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡീഫോഗറിൻ്റെ ലൈനുകളൊക്കെയാണ് ഈ കാണുന്നത്. പക്ഷേ പിൻഭാഗത്ത് വൈപ്പർ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പറയേണ്ടത്. ഉയരം നോക്കുകയാണെങ്കിൽ ഒട്ടും മോശമല്ല, കണ്ടില്ല, എൻ്റെ ഉയരത്തിനടുത്ത് തന്നെയുള്ളൊരു ഉയരം ഇതിന് കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല ഈ കാണുന്ന അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും കയറ്റിക്കൊണ്ട് പോകാം. അതും മറ്റൊരു പ്രയോജനമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് സിറ്റി യാത്രയൊക്കെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഈ കുഞ്ഞിക്കാറിൻ്റെ ബോണറ്റ് നമുക്ക് തുറക്കുമ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. മോട്ടറുണ്ട്, ഇതിൻ്റെ ബാറ്ററി പാക്ക് അതിൻ്റെ അകത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അതെനിക്ക് പ്രശോഭനോട് ചോദിക്കേണ്ടതുണ്ട്. ഇവിടെ ഭംഗിയായിട്ട് ജാക്കിയൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്നു. ഒരു കാര്യം അകത്തേക്ക് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ഒരു ഹോളാണ്. ഇവിടെയാണ് ഇപ്പോൾ സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഒരു ഫ്രങ്ക് എന്നുള്ള പേരിൽ കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന സ്ഥലം ഇതിൻ്റെ മേൽഭാഗത്ത് കൊടുക്കാറുണ്ട്. അന്ന് പിന്നെ അങ്ങനെ ഒരു സാങ്കേതികവിദ്യ ഇല്ലായിരുന്നുകൊണ്ട് അത് കൊടുത്തിട്ടില്ല. ബാറ്ററി എവിടെയാണെന്നുള്ള ഞാൻ പ്രസവനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ബാംഗ്ലൂർ ഇന്ത്യ റേവ ഇലക്ട്രിക് കാർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ മോട്ടർ നമ്പരും അതുപോലെ വിൻ നമ്പരും അത്തരം കാര്യങ്ങളെല്ലാം അത് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനം 2008 മോഡലാണ്. 2001 ഈ വാഹനം ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം 2010 എത്തുന്നതിനിടയ്ക്ക് 2-3 വേരിയൻസാണ് ഈ വാഹനത്തിൻ്റെതായിട്ട് വന്നത്. പൂർണ്ണമായിട്ടും പുതിയ മോഡലായിട്ട് വന്നത് E2 ആണ്, മഹീന്ദ്ര ഏറ്റെടുത്തതിന് ശേഷം. അപ്പോൾ എന്തായാലും കാലത്തിന് മുമ്പേ സഞ്ചരിച്ചൊരു പ്രതിഭയായിട്ടാണ് നമുക്ക് ഈ വാഹനത്തെ കാണാൻ. ഇപ്പോഴും ഒട്ടും പുതുമ നശിക്കാത്ത രീതിയിലുള്ള ഡിസൈനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഞാൻ പണ്ട് ഞെരുങ്ങി ഇരുന്ന് ഓടിച്ച ഇൻറ്റീരിയറിലേക്ക് വീണ്ടും ഞാൻ പ്രവേശിക്കുകയാണ്. ഇപ്പോഴത്തെ കാറുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനില്ല. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ രസകരമാണ്. അതുപോലെ തന്നെ ഫുൾ ഗ്ലാസ് ഏരിയ രസകരമാണ്. സ്റ്റിയറിംഗ് വീലൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു സാധനം, ചെറിയൊരു സംഭവമാണ്. ഏതായാലും എക്സ്റ്റീരിയറിലെ കളർ സ്കീം ഉൾഭാഗത്തേക്ക് കൊണ്ടുവരുന്ന പുതിയ തന്ത്രം പണ്ടേ റേവ പരീക്ഷിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ യെല്ലോ കളർ വാഹനമാണ്. ഇവിടെയും യെല്ലോ കളർ കൊടുത്തിരിക്കുന്നു. AC ഉള്ള വാഹനമാണിത്. AC-യുടെ വെൻ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതെല്ലാം റോട്ടറി സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതും പ്രസവനോട് ചോദിക്കേണ്ടതുണ്ട്. ഇവിടെ ഗ്ലോ ബോക്സിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു വലിയ ഹോളാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഇതെന്തായിരിക്കും? ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട് കേട്ടോ, അത് വളരെ രസമായിട്ടുണ്ട്. പിന്നെ ഇവിടെ റിയർ ഡീഫോഗറിൻ്റെ സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. സ്പേസ് ആണ് സാറേ ഇവൻ്റെ മെയിൻ. ഇത് കണ്ടോ, ഇഷ്ടം പോലെ സ്പേസാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സാധനങ്ങൾ വെക്കാം. ഇപ്പോൾ നമ്മളൊരു മുന്നിലൊന്നും ആളിരിക്കുന്നില്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നോ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ സൺറൂഫ് പോലുള്ള കാര്യങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറയേണ്ടത്. കാരണം അതൊന്നും അന്നില്ലല്ലോ. അല്ല, അന്നുണ്ട് കേട്ടോ, ഇതിന് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത് കണ്ടോ, ഇത്രയും ഹൈറ്റ് ഉള്ള ഒരാൾ, ഞാൻ ഇരുന്നിട്ട് പോലും ഇവിടെ തലമുട്ടുന്നൊന്നുമില്ല. അന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയില്ല, ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഓടിച്ചു. കാരണം അങ്ങനെ ഇവിടവും കഴിഞ്ഞ് ഇവിടം വരെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, അങ്ങേരുടെ പിൻഭാഗം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓടിച്ചു പോയൊരു വണ്ടിയാണിത്. പിന്നെ ഇതൊക്കെ തുറന്നു വെച്ചാൽ നമ്മുടെ കാറ്റൊക്കെ സുഖമായിട്ട് ഓടിച്ചു പോകാം. AC ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഈ ഭാഗത്താണ് ഇതിൻ്റെ ഡ്രൈവ് സെലക്ടർ കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ, ഫോർവേഡ്. ഈ B എന്താണെന്നുള്ളത് എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. അത് ഞാൻ പ്രസവനോട് ചോദിക്കാം. ഇവിടെ E എന്നായിരുന്നു എൻ്റെ ഒരു ഓർമ്മ, അതായത് എക്കോണമി മോഡെന്നായിരുന്നു. ഈ B എന്താണെന്ന് ചോദിച്ചേക്കാം. പിന്നെ ഇവിടെ സ്റ്റിയറിംഗ് വീൽ വളരെ പ്രിമിറ്റീവായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെയാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ. മീറ്റർ കൺസോളിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് ഈ കൊടുത്തിരിക്കുന്നത് സാധാരണ പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ പോലെ തന്നെയുള്ള ഫ്യൂവൽ ഗേജാണ്. ഇത് ഏറ്റവും താഴേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ചാർജ് തീർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇവിടെ വളരെ ചെറിയൊരു സ്പീഡോമീറ്റർ കൊടുത്തിരിക്കുന്നു, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇൻഡിക്കേറ്ററും അത്തരം കാര്യങ്ങളുടെ ഒക്കെ ഇൻഡിക്കേഷനേ അവിടെ അതിൽ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ ഇവിടെ സെൻട്രൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒന്നും കാര്യമായ രീതിയിലൊന്നുമില്ല. ആകെ ഒരു ചെറിയ കപ്പ് വേണമെങ്കിൽ വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരു ആം റെസ്റ്റും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഇനി പിൻഭാഗത്തേക്ക് ആണെങ്കിൽ ഈ സീറ്റ് നന്നായിട്ട് മൂവ് ചെയ്യാം. എന്നിട്ട് അവിടെ ആ സൈഡിൽ സീറ്റ് ഒന്ന് മറിച്ചാൽ ഇതുവഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. കണ്ടോ, ഇത്രയും ചെറിയ സ്ഥലമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണ് സുഖമായിട്ട് ഇരിക്കാവുന്നത്. പക്ഷേ കുട്ടികൾ സുഖമായി തന്നെ ഇരിക്കാവുന്ന
സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്കിൽ കോർണർ ഗ്ലാസ് ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ ക്രാംഡായ ഫീലൊന്നും ഇല്ലാതെ ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ വാഹനത്തെപ്പറ്റി എൻ്റെ അമ്മ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. സത്യത്തിൽ കൊതി വരുന്നുണ്ട് ഇതൊന്ന് ഓടിച്ചു പോകാൻ. അത്രയും രസകരമായ ഒരു സീറ്റിംഗ് പൊസിഷനും ഇതിൻ്റെ രൂപവും ഒക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രശോഭിനോട് ചോദിച്ചു നോക്കാം. പ്രശോഭ് എന്ന് പറയുന്നൊരു ഭീകരനാണ് കേട്ടോ. ഈ ഓട്ടോമൊബൈൽ രംഗത്തൊരു ഭീകരനാണ്. സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പുണ്ടെന്ന് മാത്രമല്ല ഇദ്ദേഹം 16-ാം വയസ്സിൽ സ്വന്തമായിട്ട് വാഹനം നിർമ്മിച്ച ആളും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശോഭ് എന്തുകൊണ്ടാണ് ഈ വാഹനം എടുത്തതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹത്തോട് അതൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ റേവ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോകാനൊക്കെ വളരെ എളുപ്പമാണ്. സാധാരണ വാഹനങ്ങളുടെ പോലെ തന്നെ കീ തിരിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഡ്രൈവ് സെലക്ടർ എഫിലേക്ക് ഇടുക. അപ്പോൾ വാഹനം ഓടി തുടങ്ങും. ഞാൻ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കിയ അനുസരിച്ച് ബി എന്ന അതായത് ബൂസ്റ്റർ മോഡിലിടുമ്പോഴാണ് ഇതിന് കൂടുതൽ പവർ കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ അധികം ബാറ്ററി തീരാതെ അങ്ങ് തിരിച്ചെത്തിക്കേണ്ടതുകൊണ്ട് നമ്മൾ ബൂസ്റ്റർ മോഡിലേക്ക് പോകുന്നില്ല. ഞാൻ നേരത്തെ ഇൻറ്റീരിയർ പറഞ്ഞപ്പോൾ ഒരു തെറ്റ് പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതായത് ഇതിൻ്റെ ഫ്യൂൽ എത്രത്തോളം ബാക്കിയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഓടാനുള്ള ചാർജ് ബാക്കിയുണ്ട് എന്ന് കാണിക്കുന്ന മീറ്ററാണ് കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് ആ മീറ്റർ അല്ല. അതിന് പകരം വേറൊരു ഇൻഡിക്കേഷനാണ് വരുന്നത്. ഇത് ബാറ്ററിയുടെ ലെവലാണ് കാണിക്കുന്നത് ആ ഒരു മീറ്ററിൽ. അതൊരു ചെറിയ തെറ്റാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാമല്ലോ. നല്ല രസമുള്ള സീറ്റിംഗ് പൊസിഷനാണ്, ഉയർന്നൊരു സീറ്റിംഗ് പൊസിഷൻ തന്നെയല്ല. ഫുൾ ഒരു മൈതാനത്തിരിക്കുന്ന പോലെയുള്ള ഗ്ലാസ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വിശാലമായിട്ടിരുന്ന് ഓടിച്ചു പോകാം. ഈ വാഹനത്തിൻ്റെ എ സി ഒരു ചെറിയ കംപ്ലയിൻ്റ് ആണ്. അല്ലെങ്കിൽ എ സി ഒക്കെ ഉള്ള വാഹനമാണിത്. എ സി ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് കാര്യമായ രീതിയിലുള്ള ഫീച്ചേഴ്സും ഒന്നും പറയാനില്ല. ഒരു 100% സിറ്റി കാറാണിത് എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ വാഹനം തിരിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഈ ഒരു റോഡിൽ ഇട്ടങ്ങ് തിരിക്കുകയാണ്. കാരണം 3.5 മീറ്റർ മതി ഇത് തിരിച്ചെടുക്കാൻ ടേണിംഗ് റേഡിയസ്. ഇത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ട ഒരു വാഹനമുണ്ട്. അത് മാരുതി ജിംനിയാണ്. ജിംനി വളച്ചെടുക്കണമെങ്കിൽ ഒരു പാണ്ടിലൂറി വളച്ചെടുക്കുന്ന അത്രയും വിശാലമായ സ്ഥലമാണ്. കാരണം അതിൻ്റെ 4x4 സിസ്റ്റമൊക്കെ ഇരിക്കുന്നത് ആക്സിലൊക്കെ ആയതുകൊണ്ട് അതിന് തിരിഞ്ഞു വരാൻ ഇച്ചിരി ദൂരം കൂടുതൽ വേണം. ഇത് പക്ഷേ അത് വളരെ കൂളായിട്ട് നമ്മൾ തിരിച്ചെടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അമേരിക്കൻ കമ്പനിയുമായിട്ട് ചേർന്നാണ്, ജോയിൻറ്റ് വെഞ്ചറിലാണ് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ടതെന്ന്. ഏതാണ്ട് 7 വർഷം എടുത്തു ഇതിൻ്റെ R&D. ഈ വാഹനം ഈ ഒരു അവസ്ഥയിലെത്തിക്കാൻ 7 വർഷം എടുത്തു. 10 ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന 10 പേറ്റൻറ്റുകളുണ്ട് ഈ വാഹനത്തിന് സ്വന്തമായിട്ട്. അതായത് ഗ്ലോബൽ ലെവലിൽ തന്നെ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഈ വാഹനം ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ടപ്പോൾ. അങ്ങനെ 10 പേറ്റൻറ്റ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ആ കാലത്ത് തന്നെ ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ബിസിനസ് ലീഡർഷിപ്പ് അവാർഡ് 2005 കിട്ടി. ഗോൾഡൻ പീകോക്ക് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് അവാർഡ് 2004 കിട്ടി. തോമസ് ആൽവ എഡിസൺ അവാർഡ് ഫോർ ഇന്നോവേഷൻ 2002 കിട്ടി. അതുപോലെ തന്നെ ഡോക്ടർ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അത് 2001 കിട്ടി. അങ്ങനെ കാര്യമായ രീതിയിൽ ഉള്ള അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 6 ലെഡ് ആസിഡ് ബാറ്ററികളാണ്. അതാണ് നമ്മുടെ ഈ സീറ്റിൻ്റെയൊക്കെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. വലിയ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ വാഹനങ്ങളിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ബാറ്ററി തന്നെ, അല്ലാതെ ഏറ്റവും പുതിയ ലിഥിയം അയൺ ബാറ്ററികളൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. 6 വോൾട്ടിൻ്റെ 8 ബാറ്ററികളാണ് ഈ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് 48 വോൾട്ട് ഈ വാഹനത്തിന് സമ്മാനിക്കുന്നത്. ഏത് 15 ആംപിയർ സോക്കറ്റിലും നമുക്കിത് ചാർജ് ചെയ്യാം. 17.5 bhp മോട്ടറാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. മാക്സിമം സ്പീഡ് 80 കിലോമീറ്ററാണ്. പക്ഷേ 100 കിലോമീറ്റർ വരെ നമ്മൾ മീറ്റർ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഫുൾ ചാർജിൽ ഓടുന്നത് 80 കിലോമീറ്ററാണ്. ഇത് ഇറങ്ങിയ കാലത്തെ ഒരു എക്കണോമിക്സ് വെച്ച് നോക്കുമ്പോൾ ഇതിന് 40 പൈസ മതി 1 കിലോമീറ്റർ ഓടാൻ എന്നാണ് പറയുന്നത്. എന്തായാലും പല കാര്യങ്ങളിലും ഒട്ടും തന്നെ പിശുക്ക് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിൽ മുൻഭാഗത്ത് ഇതിൻ്റെ സസ്പെൻഷൻ ഉപയോഗിച്ചിരിക്കുന്ന മക്ഫേഴ്സൺ സ്ട്രട്ടാണ്. പിൻഭാഗത്ത് ഷോക്ക് അബ്സോർബേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ 4 വീലുകളിലും ഹൈഡ്രോളിക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് ഇൻ്റഗ്രേറ്റഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. അതായത് ആ കാലത്ത് പോലും റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൂടെ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ബാറ്ററി അങ്ങനെ ബ്രേക്കിങ്ങിലൂടെ ചാർജ് ആകുന്ന സംവിധാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ ഇന്നത്തെ കാലത്ത് വലിയ സംഭവമായിട്ട് പറയുന്നത് വെന്റിലേറ്റഡ് സീറ്റ് പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ആ മോഡൽ അധിക കാലമൊന്നും ഓടിയില്ല എന്നേ ഉള്ളൂ. പിന്നെ ബാറ്ററി തീരാറാകുമ്പോഴത്തേക്ക് ഒരു വാർണിംഗ് ലൈറ്റ് വരും. അങ്ങനെയാണ്, അല്ലാതെ ഫ്യൂവൽ ഗേജ് പോലുള്ള കാര്യങ്ങളല്ല കൊടുത്തിരുന്നത്. അവസാന കാലമായപ്പോഴത്തേക്കും എന്ന പേരിൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ വന്നിരുന്നു. അതോടുകൂടി ഏതാണ്ട് ആ ഒരു കാലത്താണെന്ന് തോന്നുന്നു മഹീന്ദ്ര ഈ കമ്പനി ഏറ്റെടുത്തതും പിന്നീട് E2 എന്ന് പറയുന്ന മോഡൽ വന്നതും. പിന്നീട് 2009 ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോയിൽ റേവ NXR എന്ന് പറയുന്ന ഒരു മോഡൽ കൂടി പ്രദർശിപ്പിച്ചിരുന്നെങ്കിലും അത് പിന്നീട് പ്രൊഡക്ഷനിലേക്ക് എത്തിയില്ല.
അതുപോലെ തന്നെ ജനറൽ മോട്ടോഴ്സും റേവയും ചേർന്ന് ഈ സ്പാർക്ക് എന്ന പേരിലൊരു മോഡലും പ്രഖ്യാപിച്ചിരുന്നു. അതും പക്ഷേ പിന്നീട് വിപണിയിലെത്തിയില്ല. അതിന് കാരണം മഹീന്ദ്ര ആ സമയമായപ്പോഴേക്കും റേവ കമ്പനിയെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും പല പേരുകളിലാണ് റേവ ഓടിയിരുന്നത്. അതായത് ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി പല രാജ്യത്തും പല പേരുകളായിരുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ UK ജി വിസ് എന്ന പേരിലാണ് ഈ വാഹനം ഓടിയിരുന്നത്. കാഴ്ചയിലൊന്നും വ്യത്യാസമില്ല, ബാഡ്ജിങ് മാത്രം ജി വിസ് എന്ന് ആണ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ അവസാന കാലമായപ്പോഴത്തേക്കും ലിഥിയം അയൺ ബാറ്ററി ഫിറ്റ് ചെയ്ത റേവ ലയോൺ, അതായത് LION എന്ന് പറയുന്നൊരു ഒരു വേരിയൻ്റ് കൂടി വന്നിരുന്നു. അതിന് 120 കിലോമീറ്ററാണ് റേഞ്ച് പറഞ്ഞത്. അതും പക്ഷേ അധികകാലം ഓടിയില്ല. അപ്പോഴത്തേക്കും മഹീന്ദ്ര ഈ വാഹന കമ്പനി ഏറ്റെടുത്തു. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാറുകൾക്ക് ക്രാഷ് ടെസ്റ്റ് വേണമെന്നുള്ളതാണ്. ക്രാഷ് ടെസ്റ്റിൽ കിട്ടുന്ന പോയിൻ്റ് അനുസരിച്ചാണ് വാഹനം വിപണിയിൽ എത്തിക്കണമെന്ന് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ വാഹനത്തെ ക്രാഷ് ടെസ്റ്റിൽ നിന്ന് യൂറോപ്യൻ യൂണിയനൊക്കെ ഒഴിവാക്കി. പക്ഷേ കാർ എന്ന കാറ്റഗറി അല്ല അതിന് കൊടുത്തിരുന്നത്. ഹെവി ക്വാഡ്രി സൈക്കിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ട് അങ്ങനെ ക്രാഷ് ടെസ്റ്റൊക്കെ അങ്ങ് ഒഴിവാക്കി കൊടുത്തു. ഈ വാഹനത്തിന് 60 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടത് 27.61 സെക്കൻഡാണ്. ഇപ്പോഴത്തെ ഇലക്ട്രിക് കാറുകളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. പക്ഷേ അന്നത്തെ ആ ടെക്നോളജി അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. തുടക്കത്തിൽ റേവ ഈ വാഹനം നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പല പാർട്സും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുമാണ് സോഴ്സ് ചെയ്തിരുന്നത്. ഇതിൻ്റെ മോട്ടോർ കൺട്രോൾ നിർമ്മിച്ചു കൊടുത്തത് കേർട്ടിസ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന USA ഒരു കമ്പനിയാണ്. പവർ പാക്ക്, അതായത് ബാറ്ററി പാക്കൊക്കെ നിർമ്മിച്ചു കൊടുത്തത് ടുഡോർ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെയുള്ള കമ്പനിയാണ്. പ്രസ്റ്റലൈറ്റ് എന്ന് പറയുന്ന ബാറ്ററിയൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണിത്. പിന്നെ ചാർജർ ഡെവലപ്പ് ചെയ്ത് കൊടുത്തത് മോഡുലാർ പവർ സിസ്റ്റംസ് എന്ന് പറയുന്ന USA കമ്പനിയാണ്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ റേവ തന്നെ ചാർജറൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായിരുന്നു ഈ വാഹനത്തിന് അന്നത്തെ വില എന്ന് ചോദിക്കുകയാണെങ്കിൽ അന്ന് ബേസ് മോഡലിന് 2,88,000 രൂപയായിരുന്നു. അല്പം കൂടി ഫീച്ചേഴ്സ് ഉള്ള മോഡലിന് 3,50,000, പിന്നെ 3,76,000. ഏറ്റവും അവസാനം വന്ന റേവ I എന്ന് പറയുന്ന മോഡലിന് 4,67,000 രൂപയായിരുന്നു വില. അന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതലാണ്. അന്നത്തെ മറ്റ് പെട്രോൾ വാഹനങ്ങളുടെ വിലയായിട്ട് നോക്കുമ്പോൾ കൂടുതലാണ് എന്നുള്ള സത്യമാണ്. തന്നെയല്ല, 2 പേർക്കേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിൽപ്പനയിലൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ 1,00,000 രൂപയിൽ താഴെയൊക്കെയാണ് ഇപ്പോൾ റേവ കിട്ടാനുള്ളത്, സെക്കൻഡ് ഹാൻഡ് റേവകൾ. അപ്പോൾ ഈ വാഹനം ആദ്യമായിട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഈ പ്രസവിൻ്റെ മോൻ ഇതിനെ വിളിച്ചത് മാക്കാച്ചി തവള എന്നാണ്. മാക്കാച്ചി തവള എന്ന് പറയുന്നത് അറിയില്ല, കണ്ണൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന കണ്ണുകളോട് കൂടിയ ഒരു കുഞ്ഞു സാധനം, അതാണ് മാക്കാച്ചി തവള. അതായത് ശരീരത്തിന് ചേരാത്ത കണ്ണൊക്കെയുള്ള വലിയ കണ്ണുള്ള ഒരു തവള എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മാക്കാച്ചി തവള എന്നൊക്കെയാണ് വിളിപ്പേരെങ്കിൽ പോലും ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് റേവ. അതിന് കാരണം ഈ വാഹനത്തിൻ്റെ ഇത് ഓടിച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം ഇത്രയും വെയിറ്റുള്ള ബാറ്ററികൾ താഴെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല റോഡ് ഗ്രിപ്പാണ്. അതുപോലെ തന്നെ സസ്പെൻഷൻ ഒന്നാം തരമാണ്, അങ്ങനെ വലിയ കുലുക്കമൊന്നുമില്ല. പിന്നെ AC അടക്കമുള്ള കാര്യങ്ങളുണ്ട്. 80 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് മോശമല്ല. അപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് കാർ പഴയത് മതി എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസവമൊക്കെ വാങ്ങിച്ച വിലയ്ക്ക് 1,00,000 രൂപയ്ക്കൊക്കെ ഈ വാഹനം വാങ്ങിക്കാൻ കിട്ടും. സുഖമായിട്ട് ഓടിച്ചു നടക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി പെരുമാറേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് 1000 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പായിട്ട് 12 hours ചാർജ് ചെയ്യണമെന്നാണ് പ്രസവം പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ലെവലുകളൊക്കെ പല ലെവലായിരിക്കും. അതൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി 12 മണിക്കൂർ ഒന്ന് ചാർജ് ചെയ്തിടണം 1000 കിലോമീറ്റർ എത്തുന്നതിന് തൊട്ട് മുമ്പ്. അങ്ങനെയാണ് പിന്നെ പ്രശ്നമൊന്നുമില്ല, അത് ഓടിക്കോളുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള പഴയ ടെക്നോളജിയുടെ ചില പ്രശ്നങ്ങളൊക്കെ പറയാമെന്നല്ലാതെ മറ്റെല്ലാ തരത്തിലും ഗംഭീരമായ വാഹനമാണ്. ഇന്ത്യയുടെ ഈ പറഞ്ഞ EV യുഗത്തിലേക്കുള്ളൊരു ചുവടുവയ്പ് എന്നുള്ള നിലയ്ക്ക് എല്ലാ കാലത്തും ചരിത്രത്തിലൊരു സ്ഥാനമുള്ള വാഹനമായിരിക്കും റേവ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളൊക്കെ സാധാരണ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? നമ്മളേതെങ്കിലും കൂട്ടുകാരോട് പറയും നമ്മുടെ സ്വന്തം വാഹനത്തിൽ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോവുക, അവിടെ ചേർന്ന് പഠിക്കുക. പക്ഷേ ഞാനിനി പരിചയപ്പെടുത്താൻ പോകുന്നയാൾ സ്വന്തമായിട്ട് വാഹനം നിർമ്മിച്ച് അതിലാണ് ഡ്രൈവിംഗ് പഠിച്ചത്. നമസ്കാരം പ്രശോഭേ, ശരിയല്ലേ? പിന്നെ 16-ാം വയസ്സിൽ സ്വന്തമായിട്ട് കാർ അങ്ങ് ഉണ്ടാക്കി, എന്നിട്ട് അതിൽ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചു. ഇതെങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചു വന്നത് കാര്യങ്ങൾ? ചെറുപ്പം മുതലേ വണ്ടി ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തയായിരുന്നു. സ്കൂളിൽ പഠിക്കണ കാലം മുതലേ ഏകദേശം ഒരു 10-12 വയസ്സുള്ള സമയത്ത് ഫസ്റ്റ് ടെറസിന്റെ മുകളിൽ ഒരു ചെറിയ TVS എക്സ്പ്രസിന്റെ എഞ്ചിനൊക്കെ വെച്ച് ഒരു 4 വീലൊക്കെ വെച്ച് ഒരു കാർ പോലെ ഉണ്ടാക്കി. അങ്ങനെയുള്ള ഒരു ഫ്രെയിം. പക്ഷെ അത് അന്നത്തെ ദിവസം ട്രയൽ സ്റ്റാർട്ട് ചെയ്ത് ഏതോ 8-10 പിള്ളേരൊക്കെ കയറി ഇരുന്ന് ഓടിച്ച് അത് അന്നത്തെ ദിവസം തന്നെ ചേസ് ഓടിച്ച് അത് അവസാനിപ്പിച്ച്. അതിനുശേഷം പിന്നെ കാറെന്നുള്ള മോഹം അപ്പോഴും അവശേഷിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 13 വയസ്സൊക്കെ ആയപ്പോൾ ഒരു ബൈക്ക് ഉണ്ടാക്കാം. അത് പെട്ടെന്ന് തന്നെ ഇപ്പം കാറ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. കാരണം എൻ്റെ ഇന്നത്തെ കാലത്തെ
അന്നത്തെക്കാളും പരിമിതിയുള്ള കാലമായിരുന്നു. കാരണം നമ്മുടെ പോലെ ഒരു പയ്യൻ ഇന്നൊരു പക്ഷേ യൂട്യൂബ് ഉണ്ട്, ഇതുണ്ട്, എല്ലാവർക്കും എന്ത് വേണേലും നടക്കും. പക്ഷെ അന്നത്തെ കാലത്ത് ഞാനൊരു കാര്യം പോയി ഒരു വെൽഡിംഗുകാരനോട് പോയി പറയുമ്പോൾ ഇത്രയും ചെറിയൊരു പയ്യൻ വെറുതെ കളിയാക്കാൻ വന്നേക്കാണെന്ന് എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്നാലും ആഗ്രഹം വണ്ടി ഉണ്ടാക്കുക എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു എപ്പോഴും. അപ്പോൾ ഒരു 13 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഫസ്റ്റ് റെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ബൈക്ക് ഉണ്ടാക്കുന്നത്. ഒരാഴ്ച കൊണ്ടാണ് അന്നത്തെ കാലത്ത് ആ വണ്ടി ഉണ്ടാക്കുന്നത്. അത് അതിന്റെ പ്ലാറ്റ്ഫോമും എഞ്ചിനും ഒക്കെ എഞ്ചിൻ TVS സെയിം വേട്ടമൃഗം TVS എക്സ്പ്രസ് ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനു മുമ്പ് ശരിക്കും 11 വയസ്സ് മുതൽ ഞാൻ ഓൾറെഡി സൈക്കിൾ ഉപേക്ഷിച്ച ആളാണ്. 11 വയസ്സിൽ ഉപേക്ഷിച്ചിട്ട് TVS എക്സ്പ്രസ് ആണ് ഒരു വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വണ്ടിക്ക് സ്പെയർ പാർട്സിൽ കിട്ടാണ്ട് വന്നപ്പോൾ മറ്റൊരു വീട്ടിലിരുന്ന വണ്ടി സ്പെയർ പാർട്സിന് വേണ്ടി മേടിച്ചതെന്നുള്ള ഉപയോഗിച്ചതിൻ്റെ ബാക്കിയുള്ള എഞ്ചിനെ വെച്ചാണ് നമ്മൾ കാർ ഉണ്ടാക്കാമെന്നൊക്കെ ഉള്ള ഒരു പ്ലാനിലിരിക്കണം. അപ്പം അന്ന് കാർ ആദ്യത്തെ ദിവസം ഉണ്ടാക്കി കാര്യം ഞാൻ ഓടിച്ചെങ്കിലും അത് ഒരു ചേസ് ഒടിഞ്ഞ് അത് അവസാനിപ്പിച്ച്. അപ്പോൾ വീട്ടിൽ നിന്നായെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ അപ്പം തന്നെ ചീത്ത പറയും. വീട്ടിൽ ആരെങ്കിലും ഈ രംഗത്തുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അച്ഛന് സ്വർണ്ണപ്പണിയാണ്. പിന്നെ ചിറ്റപ്പന്മാര് എല്ലാവരും ഈ ഇലക്ട്രോണിക്സ് റേഡിയോ നന്നാക്കൽ അങ്ങനെയൊക്കെ ഉള്ള കളിയാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ബാറ്ററിയും ബൾബുമായിട്ടാണ് LED ബൾബുമായിട്ടാണ് എൻ്റെ തുടക്കം. അപ്പോൾ 13 വയസ്സുള്ള സമയത്ത് ഒരു റെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ടാക്കി. അത് സംഭവം ഒക്കെ ആയി. അത് അന്നത്തെ കാലത്ത് ന്യൂസുകളിലൊക്കെ വന്നു, പേപ്പറിലൊക്കെ വന്നു. അതിനുശേഷം കൊച്ചിയിൽ സൈക്കിൾ കാർ ഇറങ്ങി. അതിറങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ കാറെന്ന മോഹം വീണ്ടും കുത്തിപ്പറിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതുപോലെ തന്നെ വീട്ടിൽ കിടന്ന് വിഷമമൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് അമ്മ പറഞ്ഞ് ഉണ്ടായിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഇതിനൊന്നും കാശെന്ന് പറയാൻ എനിക്ക് വീട്ടിൽ തരണ്ട. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ചെറിയ പ്രായത്തിൽ തന്നെ പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ചെറിയ പ്രായത്തിൽ അച്ഛൻ സ്വർണ്ണപ്പണിയാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ സഹായിക്കാണ്ടിരിക്കുമ്പോൾ അച്ഛൻ 10 രൂപ 5 രൂപയൊക്കെ തരും. അപ്പം അന്നേരം വീട്ടിൽ 5-6 പണിക്കാർ സ്വർണ്ണം പണിയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ആ കാരണവന്മാർ എനിക്കൊരു 50 രൂപ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കും. അപ്പം അതിന് 10% കഴിഞ്ഞ് 60 രൂപ എനിക്ക് തിരിച്ചു തന്നെ. അപ്പം നമ്മൾ ഈ കാർ നിർമ്മിച്ചു എന്ന് പറയുന്ന സമയത്ത് ഓടിക്കാൻ അറിയാമായിരുന്നോ കാർ? ഇല്ല, ഓടിക്കാൻ അറിയില്ല. ഞാൻ ഇതുപോലെ പലരും ഓടിക്കാൻ ചോദിച്ചിട്ട് അന്നത്തെ കാലത്തൊന്നും തരാത്തൊരു കാലമായിരുന്നു. അപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ടാണ് ക്ലച്ചിൻ്റെ പൊസിഷനും ഇതൊക്കെ എങ്ങനെയാണ് ഗിയർ ഇടണം. അപ്പം ഞാൻ ഉണ്ടാക്കിയ വണ്ടി എന്ന് പറയുന്നത് 65 cc ഹീറോ പുക്കിൻ്റെ എഞ്ചിൻ വെച്ചാണ് കാർ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഞാൻ റിവേഴ്സ് ഗിയർ വരെ ആ ഗിയർ അതിനകത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരുന്നു. 2 ഗിയർ മുമ്പോട്ട് ഓടിക്കാം, 2 ഗിയർ പുറകോട്ട് ഓടിക്കാം. 60 കിലോമീറ്ററോളം മാക്സിമം സ്പീഡ് കയറുമായിരുന്നു. അപ്പോൾ 60 കിലോമീറ്ററോളം മൈലേജും കിട്ടുമായിരുന്നു. അപ്പം നാനോ കാർ ഇറങ്ങാൻ നേരത്ത് അതിന്റെ ചർച്ചയിലൊക്കെ ഈ കാറിനെ പറ്റിയൊക്കെ പരാമർശമുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ വന്നപ്പോ അന്നത്തെ കാലത്തൊക്കെ. ഇല്ല, അത് അവശേഷമായിട്ട് ഏകദേശം കഴിഞ്ഞ വർഷമൊക്കെയാണ് അത് മുഴുവനും തീർന്ന് പോയത്. ഇപ്പൊ എനിക്കിപ്പോ 36 വയസ്സായി. അപ്പൊ 10-20 ജില്ലാ കൊല്ലത്തോളം അതങ്ങനെ കിടന്നു. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞാൽ ഇപ്പോൾ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ട്, തന്നെയല്ല കുറേ വാഹനങ്ങളുടെ കളക്ഷൻ ഉണ്ട്. ആ കളക്ഷനുള്ള ഒരു RD 350 നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഡ്രൈവിന് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പനമ്പുള്ളേറിൽ വെച്ച് ഞാൻ ഈ വാഹനവുമായിട്ട് പ്രശോഭനെ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രശോഭനെ പിടിച്ചിപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വരാം. ഈ ഒരു ഇത്രയും സ്വന്തമായിട്ട് വാഹനം ഉണ്ടാക്കിയ ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ വണ്ടിക്ക് എത്ര മാർക്ക് കൊടുക്കും? ഇത് കൊള്ളാം, നല്ല രസമാണ് വണ്ടി. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കൊണ്ടടക്കുമ്പോൾ. കാരണം ഈ വണ്ടി മേടിച്ചോടുകൂടി ബാക്കി എൻ്റെ ബൈക്കുകളായാലും വേറെ കാറുകളായാലും ഒന്നും യൂസിങ് ഇല്ലാതായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനും ഇപ്പം ഇതിലാണ് നടക്കണത്. വെയിൽ കൊള്ളണ്ട. പിന്നെ ചെലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എറണാകുളം വരെ പോയിട്ട് വരാൻ ഒരു 15 രൂപ താഴെ ചെലവ് തന്നെ ഉള്ളൂ. ഞാൻ വായിച്ചത് 40 പൈസയേ ഉള്ളൂ ഇതിനൊരു കിലോമീറ്റർ ഓടാനെന്നാണ് അല്ലേ? ഇത് 1 മണിക്കൂർ ചാർജ് ചെയ്യാനിട്ട് 900 വാട്ട്സ് എടുക്കുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് എറണാകുളം വരെ ഒരു എറണാകുളം കലൂരൊക്കെ ഒന്ന് കറങ്ങി വരുമെങ്കിൽ ഒരു 35 കിലോമീറ്റർ ആവുകയാണെങ്കിൽ ഇതൊരു 2.25 മണിക്കൂർ 3 മണിക്കൂർ താഴെ കറണ്ടി കുത്തിയിട്ടാൽ ഇത് ഡെവലപ്പ് പഴയ അവസ്ഥയിലേക്ക് തന്നെ വരും. അപ്പോൾ ഇതിപ്പോൾ 2008 മോഡലല്ലേ? 8 മോഡൽ. അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററിയോ അല്ലെങ്കിൽ മോട്ടറോ എന്തെങ്കിലും മാറ്റേണ്ടി വന്നിട്ടുണ്ടോ എന്ന് അറിയാമോ? അത് ഇതിലെ ബാറ്ററി 2022-ലുള്ളതാണ് ഇതിലിപ്പോൾ കിടക്കണത്. ശരി. അതിനെന്ത് വിലയായി കാണും? ഒരു ബാറ്ററിക്ക് 17,000 രൂപ അടുത്ത്. അല്ല, 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ട്. ഞാനൊരു ബാറ്ററി മാറ്റി കൊണ്ടുവന്നിട്ട് ഒരു ബാറ്ററി കേട് വന്നായിരുന്നു. ഇത് ലെഡ് ആസിഡ് ബാറ്ററി അല്ലേ? ഇത് ഇതിന്റെ ഒറിജിനൽ മോഡല് മറ്റേ എക്സൈഡിന്റെ ബാറ്ററി 200 ആംപിയർ ആണ് ഒരെണ്ണം, 6 വോൾട്ട്. 17 × 8 അത്ര പൈസയായി അല്ലേ? അത്രയാവും. അപ്പൊ അത് വണ്ടിയേക്കാളും വിലയായി ബാറ്ററിക്ക്. ഇതിപ്പോ ലിഥിയമാക്കണമെങ്കിൽ 1.10 കൺട്രോളർ അടക്കം വരുന്നു. 1,10,000 രൂപ. അതാക്കി കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാലം ഓടിക്കോളും, കുറച്ചു കാലം കൂടി. പിന്നെ പക്ഷെ അതിനൊക്കെ കൂടുതൽ മെയിൻ്റനൻസ് വരുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം
ഇതിലിപ്പോൾ ഒരു ബാറ്ററി ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ അത് 3 ബാറ്ററി 2 ബാറ്ററി വെക്കേണ്ടി വരും. അപ്പോൾ ഏതിനെങ്കിലും ഒരെണ്ണം കംപ്ലൈൻറ്റ് വന്നാൽ അത് റെക്ടിഫൈ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഈ തരം ബാറ്ററി ആകുമ്പോൾ അതിനൊരു ഒരു സ്റ്റാൻഡേർഡ് അതിനുണ്ട്. കാരണം ഇത്രയും വർഷം ഈ വണ്ടി ജീവിച്ചതല്ലേ. അതെ, ശരിയാണ്. അതെ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് എടുക്കാൻ കാര്യം? ഇതെങ്ങനെ കണ്ണിപ്പെട്ടത്? ഇത് കണ്ണിപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് മോപ്പഡ് ഉണ്ട്. അപ്പം മോപ്പഡ് വണ്ടികൾ കൊണ്ട് ഒരു ദിവസം മുഴുവൻ കറങ്ങണമെങ്കിൽ ഒരു 300 രൂപയുടെ പെട്രോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ എടുത്താൽ രാത്രി വരെ വേണേൽ ഓടിക്കാം. ഒരു 10-300 കിലോമീറ്റർ വേണേൽ ഓടിക്കാം. പക്ഷേ 350 വണ്ടിയുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ആഹാരം കഴിക്കാൻ ഒന്നും കിട്ടില്ല, പുള്ളിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഓടിക്കലൊക്കെ കുറവാണ്. അപ്പോൾ ഈ മോപ്പഡ് വണ്ടികളെ കൊണ്ട് നമ്മളിങ്ങനെ, കാരണം ഈ ഇത്തരം വണ്ടികളൊക്കെ ഉണ്ടെങ്കിലും അത്രയും വലിയ ലാവിഷ് വരുമാനക്കാരനൊന്നുമല്ല. അപ്പോൾ ഉള്ളത് കൊണ്ടൊക്കെ ജീവിക്കേണ്ട ഒരു ചുറ്റുപാടിലാണ് ജീവിക്കണത്. അപ്പോൾ ചെറിയ ചിലവിൽ നമുക്ക് ഓടിക്കേണ്ട ഒരു കാറിനെ കുറിച്ച് വീണ്ടും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ഞാനും കൊച്ചൊക്കെ ആയിട്ട് കുറച്ച് ഇരുമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒരു ചെറിയൊരു വണ്ടിയുടെ പ്ലാനിങ് തുടങ്ങി. അതായത് ഒരു 35 cc താഴെയുള്ള ഒരു പെട്രോൾ എഞ്ചിനും 250 വാട്ട്സ് താഴെയുള്ള ഒരു ബാറ്ററി എഞ്ചിനും ഒപ്പം ഒരു ചവിട്ടാനുള്ള ഒരു ഓപ്ഷനുള്ള ഒരു കാറ് പ്ലാൻ ചെയ്തു. കാരണം ഇത് 3 ആയെങ്കിൽ ഒരു പരിധി വരെ ചിലപ്പോൾ MBD പിടിക്കില്ല എന്നുള്ളൊരു ധാരണയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബോഡിയും പരിപാടിയും ഒക്കെ ഉണ്ടാക്കി തുടങ്ങി. പക്ഷെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഉള്ളൊരു കാര്യം, എൻ്റെ സ്വന്തം സേഫ്റ്റി ഒരു പ്രശ്നവും. എൻ്റെ ട്രാൻസ്പോർട്ട് ചുമ്മാ എൻ്റെ അടിയിൽ കൂടി കയറി ഇറങ്ങി പോകും. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെല്ലുവിളിച്ച് ഉണ്ടാക്കിയാലും ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ പിടിക്കാത്ത രീതിയിൽ നമ്മളിത് ഉണ്ടാക്കിയാലും നമ്മുടെ സേഫ്റ്റി ഭയങ്കര പ്രശ്നമാണ്. കാരണം ഒരു തട്ടിൽ ഇതല്ല ഈ കഥയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ നേരത്താണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ എപ്പോഴും വരും. പുള്ളി ഹരിശങ്കർ എന്ന പേര്. പുള്ളി എപ്പോഴും വരും. പുള്ളിക്ക് ഈ ബാറ്ററി വണ്ടി, പുള്ളിക്ക് ബാറ്ററി സ്കൂട്ടറാണ്. അപ്പോൾ പുള്ളി എപ്പോഴും ഈ വണ്ടിയുടെ കാര്യം പറയും. പുള്ളിക്ക് ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ട് ഞാൻ ഒരെണ്ണം നോക്കിയാലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ കേരളത്തിൽ പല സ്ഥലത്തുമൊക്കെ ചോദിച്ചപ്പോഴൊക്കെ ഭയങ്കര റേറ്റും പിന്നെ കൊടുക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയൊക്കെയാണ്. അപ്പോൾ ബാംഗ്ലൂർ ഇതിൻ്റെ ജാഗ്രതയാണെന്ന് കേട്ടപ്പോൾ നേരെ ഇതുപോലെ തന്നെ നെറ്റിൽ സെർച്ച് ചെയ്ത് ഒരാളെ കിട്ടി. 1.25 ചോദിച്ചത്. ഞാൻ 1.10 ചാറ്റ് ചെയ്ത് ഞാൻ വണ്ടി കാണാണ്ടാണ് വില പറഞ്ഞതും അഡ്വാൻസ് ചെയ്തത്. കാരണം എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടിക്കോട്ടെ, ഇനി എന്ത് പോയാലും ഇന്നിപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ കുറേ ഉണ്ടല്ലോ, എന്തിൻ്റെങ്കിലുമൊക്കെ വെച്ചിട്ടായാലും നമുക്കിത് ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു കാരണത്തിലാണ് ഇത് മേടിച്ചത്. അപ്പോൾ പുള്ളി ഇത് ബാംഗ്ലൂരുള്ള AR കാർസ് എന്ന് പറഞ്ഞൊരു ടീമാണ് സാധനം തന്നത്. അപ്പോൾ അവർ പറഞ്ഞ് വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കാശ് തന്നാൽ പറഞ്ഞു വേണ്ട, എനിക്ക് പേപ്പറാണ് ക്ലിയർ ആക്കി കിട്ടേണ്ടതെന്ന് പറഞ്ഞു. കാരണം ഒത്തിരി പേര് ഈ വണ്ടി കൊണ്ടുവന്നിട്ട് ഈ കർണാടകയിൽ തന്നെ ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ പല വീഡിയോകളും കാണുമ്പോഴും അതിൻ്റെ കടിയിൽ കമൻറ്റ് കിടക്കണതെല്ലാം മിക്കുന്നത് ഇത് എടുത്തുകൊണ്ട് വന്നവർ പെട്ടുപോയേക്കണ അവസ്ഥയാണ്. അപ്പോൾ എനിക്കിതിൻ്റെ വണ്ടിയുടെ കണ്ടീഷൻ പ്രശ്നമല്ലെന്ന് പറഞ്ഞ് എനിക്കിതിൻ്റെ പേപ്പർ ക്ലിയർ ആയിരിക്കണം ആക്കി തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഓഫ് കോഴ്സ് അവരെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ കാര്യം ഞാൻ പേപ്പർ ക്ലീൻ ചെയ്യാനൊരു 10,000 രൂപ അഡ്വാൻസ് ഇടാമെന്ന് പറഞ്ഞു. ബാക്കി വണ്ടി നേരിട്ട് കാണുമ്പോൾ തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ ഇനി എന്തായാലും വേണ്ടെന്ന് പറയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അവർ പേപ്പർ ശരിയാക്കി എൻ്റെ പേർക്ക് NOC അടക്കം അടിച്ച് കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ച് സംഭവം ഓക്കെ ആക്കിയിട്ട് നിങ്ങൾ വാഹനം കയറി നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്കൊരു അഡ്രസ്സ് തന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു കാട്ടുമുക്കും ഒരു ഇടങ്ങേറ് ഏരിയയൊക്കെയാണ്. അപ്പം ഞാൻ ഈ ബാംഗ്ലൂരൊന്നും വലിയ പോയി ശീലമൊന്നും ഉള്ളതല്ല. നമ്മൾ ഈ കാശും കൊണ്ട് പോയിട്ട് വല്ല തട്ടിക്കളയാനുള്ള പരിപാടിയാണോ എന്നൊക്കെ നമുക്കറിയില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ പേപ്പറെല്ലാം ക്ലിയർ ചെയ്തിട്ട് അപ്പോൾ ഇവൻ ഓക്കെ ആണെന്നുള്ളൊരു ഇത് തോന്നി പേപ്പർ ക്ലിയർ ആയപ്പോൾ. പിന്നെ നേരെ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത വണ്ടിയും കൊണ്ട് ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഒറ്റ വിടലും കൊടുത്ത് അവിടെ എൻ്റെ കാശും കൊടുത്ത് അവർ തന്നെ ഇത് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല 10,000 രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് അന്വേഷിച്ചാൽ ചിലപ്പോൾ ഒരു 5,000-6,000 രൂപ 7,000 രൂപയൊക്കെ വരുമായിരിക്കും. പക്ഷെ അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യമൊക്കെ ആയിട്ട് നമ്മൾ അടക്കണം. ഇത് നമ്മളൊന്നും അറിയുന്നില്ല. 3-ാം ദിവസം സാധനം ഇവിടെ കളമശ്ശേരിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അത് 1.10 എടുത്തതിന് ശേഷം 1,00,000 കൂടുതൽ ബാറ്ററിക്ക് പോയി ഇല്ല ഒരു ബാറ്ററി പോയിട്ടുണ്ടായിരുന്നു. ഒന്നേ പോയിട്ടുള്ളൂ. അങ്ങനെയായിരുന്നു. മൊത്തം മാറ്റേണ്ടി വന്നില്ല. അതായത് ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു 1.5 ആഴ്ച ഞാൻ സുഖമായിട്ട് ഓടിച്ചു. ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇപ്പോഴും ഞാൻ ഈ വണ്ടി 3/4 ഭാഗം വരെ ചാർജ് ചെയ്യാറുള്ളൂ. അന്നത്തെ ദിവസം ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ച് രാത്രി കുത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ വണ്ടി എടുത്തപ്പോൾ വണ്ടി വലിക്കണില്ല. അതുവരെ വണ്ടി ഡീസൻ്റായിട്ട് ഓടിയിരുന്നത് വലിക്കണില്ല. മാത്രമല്ല ഭയങ്കര മണവും. അങ്ങനെ മറ്റേ മൾട്ടിമീറ്റർ ഇട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ബാറ്ററിക്ക് 3 വോൾട്ട് താഴെയുള്ളൂ. അപ്പോൾ ആ ഒരു ബാറ്ററി ഹീറ്റായിട്ട് അടിച്ചു പോയി. അപ്പോൾ പിന്നെ ആ ഒരു ബാറ്ററി മാത്രം എന്ത് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ഇത് തന്ന ആളെ തന്നെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ബാറ്ററിയുടെ ഡീലർമാരും വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ ഇത് അയക്കുമെന്ന് ചോദിച്ചപ്പോൾ അവരൊരാളെ അയച്ച് അപ്പം തന്നെ ഡീലാക്കി തന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഡ്രൈവ് മോഡ് നോക്കുമ്പോൾ ഒരു B എന്നൊരു മോഡുണ്ട്, ബൂസ്റ്റ്. ബൂസ്റ്റ് ആണല്ലേ? ഞാൻ വിചാരിച്ചത് എക്കണോമി മോഡായിരിക്കും. പക്ഷേ ഇതുവരെ എനിക്ക് നമ്മുടെ ഇവിടുത്തെ ഓട്ടത്തിലൊന്നും ബൂസ്റ്റ് ആവശ്യം വരുന്നില്ല. ഒരുവിധം അതായത് നമ്മുടെ കൂടെ ഓട്ടോറിക്ഷയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഒരു ആപ്പ് അവനുണ്ടെങ്കിൽ അതൊരു ഗിയർ ഡൗൺ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് സുഖമായിട്ട് കയറും.
ഇതിൻ്റെ പിന്നെ മറ്റു പ്രത്യേകത്തിൽ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ABS മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇത് ഡെൻഡ് ആകുമോ അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇത് സംഭവം ഇങ്ങനെ അങ്ങ് ഓടിക്കോളും. ഏത് നമ്മൾ സൂക്ഷിച്ച് കൊണ്ടാടക്കണം, പൊട്ടിക്കരുതെന്നുള്ളൂ. ബെൻഡ് ആകുമൊന്നുമില്ല, അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒരു കാലത്തിന് മുമ്പേ സഞ്ചരിച്ചൊരു വണ്ടിയാണ് ഇതല്ലേ? ശരിക്കും 2001 ഇങ്ങനെ ഒരു വണ്ടി നിർമ്മിക്കുക എന്ന് പറയുന്നത് ഇന്ത്യ എത്രത്തോളം സാങ്കേതികമായിട്ട് മുന്നിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തുടർന്നും ഇത് കൊണ്ടു നടക്കാൻ തന്നെയാണോ പരിപാടി ദീർഘകാലം? ഇതൊക്കെ രസമാണ്. അതെ, തന്നെയല്ല ഇതിപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാക്കിയ ആളായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ പോയാൽ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ലൈറ്റുകളെല്ലാം ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു, എല്ലാം ഞാൻ തന്നെ ഒക്കെ ഡെവലപ്പ് ചെയ്ത് AC വർക്ക് ചെയ്യിക്കാനുള്ള കണ്ടീഷനിലെല്ലാം എല്ലാം ഒറ്റയ്ക്ക് തന്നെ. അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതിന് താല്പര്യമുണ്ടോ? സ്വന്തമായിട്ട് ഭയങ്കര വണ്ടി ഭ്രാന്തൻ, മേടിച്ചു കൊടുത്ത് ആണല്ലേ? ഒരുവിധം തീരാറ്. എൻ്റെ പേര് ചോദിച്ചിട്ട് അറിയില്ല, TV കണ്ടിട്ടുണ്ടെന്നേ പറയുന്നുള്ളൂ. എന്നെ പേര് മറന്നു പോയി. അതിലെനിക്ക് പണക്കമുണ്ട് തീർച്ചയായും. അവിടെ അല്ല, എൻ്റെ പേര് ഇപ്പോഴും മറന്നുപോയോ? ശശിന്നോ ഗോപിന്നോ എന്തെങ്കിലും ഒന്ന് വിളിക്കേ. ബൈജു ചേട്ടൻ എന്ന് പറ. ബൈജു. മോൻ്റെ പേരെന്താ അപ്പോൾ? അഭിഷേക്. അപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാക്കാൻ പരിപാടി ഉണ്ടോ? വാവ ഉണ്ടാക്കുമോ? പിന്നെ വീട്ടിലിരുന്ന് അഴിച്ച് വേറെ എന്തെങ്കിലും ഒക്കെ ആക്കും. ശരി. കിട്ടിയ സാധനം വേറെ മോഡലാക്കും. അതിന്റെ ഒക്കെ വേറെ വണ്ടിയുടെ വീലൊക്കെ ഊരിയിട്ട് ഇതിലൊക്കെ ഇട്ട് സെറ്റാക്കി വർക്ക് ചെയ്യിപ്പിച്ചു. ശരി. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു വാഹനം പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടാക്കിയ ഇലക്ട്രിക് കാർ നമ്മുടെ നാട്ടിലാണ്, ചാലക്കുടിയിലാണ്. ലവ് ബേർഡ് എന്നാണ് എൻ്റെ പേര്. നമ്മളന്ന് അവരുടെ ഫാക്ടറി പോയി ആ വീഡിയോ ചെയ്തിരുന്നു. അതിപ്പം ഓടുന്ന കണ്ടീഷനുള്ള വാഹനങ്ങളില്ല എന്ന് പറയാം. പക്ഷേ അതിനേക്കാളൊക്കെ സാങ്കേതികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു മോഡലാണ് ഈ വാഹനം വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. അത് അമേരിക്കൻ ടെക്നോളജി ആ ഒരു കമ്പനിയുമായിട്ട് ചേർന്നാണ് നിർമ്മിച്ചതെന്നുള്ളതുകൊണ്ട് തന്നെ കുറേ കൂടി ആധുനികമായിരുന്നു. അപ്പോൾ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഈ വാഹനത്തെ പരിചയപ്പെടുത്തിയതിൽ സന്തോഷം. അതോടൊപ്പം തന്നെ കുറച്ച് രാവിലെ വന്നതിൽ സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മളിനി കേട്ടോ വണ്ടിയൊക്കെ ഉണ്ടാക്കി കാണിക്കണം കേട്ടോ നമുക്ക്. പിന്നെ എപ്പിസോഡിലൊക്കെ വന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു RD 350 യമഹ RD 350 ഉണ്ട് പ്രശോഭൻ്റെ കയ്യിൽ. അത് നമുക്കൊരു ദിവസം എടുത്തൊന്ന് ഓടിക്കാം. കാരണം വെച്ചാൽ അതൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, RD 350 ഓടിക്കുക എന്നൊക്കെ പറയുന്നത്. പല കൂട്ടുകാരും, ഞാൻ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, പല കൂട്ടുകാരും മരിച്ചുപോയ വണ്ടിയുമാണത്. കാരണം അങ്ങനത്തെ ഒരു പോക്കായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, പാവമാണ്. അല്ല എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ KTM ഡ്യൂക്കൊക്കെ വന്നപ്പോൾ പല മരണങ്ങളും ഉണ്ടായതിന് കാരണം അതിനെപ്പറ്റി മനസ്സിലാക്കാതെ ഓടിച്ചതിൻ്റെ. വണ്ടിയെപ്പറ്റി മനസ്സിലാക്കി ഓടിച്ചാൽ അതെ വണ്ടി പാവമാണ്. എന്താ അതിൻ്റെ സൗണ്ട്, ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. ലോകത്തൊരു ബൈക്കിനും ഇല്ലാത്ത എക്സോസ്റ്റ് നോട്ടാണ് അതിൻ്റെ. അപ്പോൾ എന്നാലും ആ വാഹനം പരിചയപ്പെടുത്താം. അപ്പോൾ രാവിലെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, ബൈ. മോനൊരു ബൈ പറഞ്ഞേക്കാം നമ്മുടെ വ്യൂവേഴ്സിനാണ്. എനിക്കല്ലത് അങ്ങോട്ട് നോക്ക്. ബൈ.